നിതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് അവരെ വിരുന്ന് വിളിക്കുന്നത് എൻ്റെ അമ്മ വീടുകാരാട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മാമൻ്റെ വീട്, വേണുമാമൻ്റെ വീട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മനോഹരൻ മാമൻ്റെ വീട്. പിന്നെ അതിൻ്റെ താഴെ ആണ് ദാസമാമേൻ്റെ വീട്. അപ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ വിരുന്നുള്ളത് കേട്ടോ. ഈ 3 വീട്ടുകാരും കൂടെ കൂടിയിട്ടാണ് വിരുന്ന് നടക്കുന്നത്. ഇത് ദാസമാമേൻ്റെ വീട്. അപ്പോൾ മനോരമാമേൻ്റെ വീട്ടിൽ നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനോരമാമ ബ്രോസ്റ്റൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അമ്മായി ശീലമ്മായി നല്ല അടിപൊളിയായിട്ട് ബ്രോസ്റ്റ് പൊറോട്ട ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ പുള്ളിക്കാരി ഒരു എക്സ്പേർട്ടാണ്. അപ്പോൾ ബ്രോസ്റ്റ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വിശിഷ്ടാതിഥികളായ വിഷ്ണുപ്രിയയും നിതിനും വന്നു കേട്ടോ. ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ അനിയത്തിമാരും പിന്നെ വലിയ ചേച്ചിമാരും പിന്നെ മാവന്മാരും അങ്ങനെ എല്ലാവരും കേട്ടോ. അപ്പം നമ്മുടെ കുടുംബത്തിലെ 2 ചെറുതുങ്ങളാണ് ഇവര്, നിവിയും ഋതുവും. 2 എണ്ണവും ഭയങ്കര സ്നേഹത്തിലാണ്. ഇപ്പോൾ കണ്ണ് തെറ്റി എന്തെങ്കിലും കാണിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും 2 കണ്ണുകളുടെ ഇവരുടെ പുറകെ തന്നെ വേണം കേട്ടോ. മറ്റവന് വീഡിയോ എടുക്കണപ്പോൾ ഇതിന് നാണായി മുഖമൊക്കെ പൊത്തിട്ടോ. ഇതെൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഞങ്ങളൊക്കെ കുട്ടിയമ്മ എന്ന് വിളിക്കണേ, അമ്മമ്മയാണ് ശരിക്കും ഞങ്ങൾക്ക്. അപ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുക്കളയിൽ നല്ല പണിയിലാണ്. സജിയാണ് ഹോർലിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വരുന്നവർക്കൊക്കെ കൊടുക്കാൻ ഹോർലിക്സ് ആണ്. അപ്പോൾ അത് സജീൻ്റെ വകയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ പണിയെടുക്കുന്നുണ്ട്, ഓരോരുത്തർ വരുന്നുണ്ട്, ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പം അമ്മ അവരൊക്കെ അന്നെ പാത്തിയേ എന്ന് പറഞ്ഞ പാട്ട് പാടി എല്ലാവരും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങാടിപ്പുറം ടീം വന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞൊക്കെ നിന്നപ്പോൾ തന്നെ അരിപ്പുറ ടീമും വന്നു. ഇനി ആരും വരാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തി. അപ്പോഴേക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനുള്ള സമയം കേട്ടോ. അങ്ങനെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് അവർക്ക് ഫുഡ് കൊടുത്തു. ഈ നിവിയാണെങ്കിൽ കഴിക്കുന്നേ ഇല്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനുള്ള കഴിവുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനെടുത്ത് തിന്നും. അവൻ വാ തുറക്കുകയാണെങ്കിൽ അവനും എടുക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ തീറ്റ. ഋതുവിന് ഫുഡ് കൊടുക്കാനും ശ്യാമിലിയും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടോ. പക്ഷെ അവൾ എന്നെ പോലെ അല്ല, അത് അവൾ കുട്ടിക്ക് തന്നെ കൊടുക്കുന്നത്. നമ്മുടെ വിരുന്നിനുള്ള ഇന്നത്തെ സ്പെഷ്യലുകൾ എന്താണെന്ന് നോക്കാം. നൂൽപുട്ടുണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ കുറുമ, ചപ്പാത്തി, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇരിക്കുന്നുണ്ടിട്ട് 2 കുട്ടികൾക്കും വീണ്ടും ഇരിക്കണം കേട്ടോ. അങ്ങനെ അവരെ ഇരുത്തി. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞാനും ഒക്കെ ഇരുന്നു. അപ്പം നമ്മളെല്ലാവരും നല്ല തട്ടിക്കയറ്റാണ്. ഇതെൻ്റെ വല്യച്ഛനും മാമനും കുട്ടിച്ചനൊക്കെയാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഇരിക്കാൻ എല്ലാവർക്കും മടി കേട്ടോ. എനിക്ക് ആ മടി നാണോ മനൊന്നുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് തന്നെ കയറിയിരുന്നു. കാരണം എനിക്ക് സമയത്തിന് ഫുഡ് കഴിക്കണം. അതുകൊണ്ട് ഞാൻ വേഗം കയറിയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് തിന്നു കേട്ടോ. അത് ശീലമായിട്ട് സ്പെഷ്യൽ ബ്രോസ്റ്റ് അതാ പോകുന്നു. പിന്നെ 2ാം റൗണ്ട് എല്ലാവരും ഇരുന്നു. അങ്ങനെ ഒരു 3-4 റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുടുംബക്കാരെല്ലാവരും തിന്ന് നിൽക്കണമെങ്കിൽ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഫോട്ടോഷൂട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ തിന്നാത്തവർ അപ്പുറത്തെ റൂമിൽ കുട്ടികളെ നോക്കിയിരിക്കുക. അങ്ങനെ ഒരു ബഹളമായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു ഇതിനകത്ത്. ഞങ്ങളുടെ അമ്മ വീട് എന്ന് പറഞ്ഞാൽ വലിയ എല്ലാവരും കൂടി ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ. അത്ര അംഗങ്ങളാണ്. അപ്പം എല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ശിശിരൊക്കെ ഇരുന്ന് നല്ല കയറ്റാണ്. ഈ ഇരിക്കുന്നവരാണ് എൻ്റെ 3 മാമന്മാർ, വേണുമാമ, ദാസമാമ, മനോഹരൻ മാമ കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഇന്നത്തെ വിരുന്നുണ്ടായിരുന്നത്. അമ്മയും അവരെ കൂടെ ഇരുന്ന് കഴിച്ചു. പിന്നെ കുട്ടികളൊക്കെ ഓരോ റൂമിലായിരുന്നു. എല്ലാത്തിനും നമ്മളിങ്ങനെ പ്രത്യേകം നോക്കണം, അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നിവി ഇതായ മനോരമാമൻ്റെ കീയൊക്കെ എടുത്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ചെക്കന്മാർക്ക് വിശന്നു. അങ്ങനെ നല്ലൊരു പ്ലേറ്റിൽ ബിരിയാണി എടുത്തു. അത് അവൻ നിവിക്ക് വാരി കൊടുക്കുകയാണ്. ഭയങ്കര ക്യൂട്ടായിരുന്നു അത് കാണാൻ. അവന് ഭയങ്കര ഹാപ്പിയോടെ വാരി കൊടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ അത് തിന്നുന്നുണ്ട്. വാരി കൊടുക്കുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇന്നെന്തായാലും 2 പേരും നല്ല സ്നേഹത്തിലാണ്. നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല സ്നേഹത്തിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മേൻ്റെയൊക്കെ വക നല്ലൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു. അമ്മ, വല്യമ്മ, ലതമേമ. പാവം സുനിമേമേനെ ഇതിനകത്ത് ഇവർ പിടിച്ചു നിർത്തിയില്ല. അല്ലെങ്കിൽ ഇവരങ്ങനെയാണ്. സുനിമേമേനെ എപ്പോഴും ഒറ്റയ്ക്കാക്കും. അപ്പോഴേക്കും നമ്മുടെ ലാസ്റ്റ് റൗണ്ടായിട്ടോ. ലാസ്റ്റ് റൗണ്ടിൽ ഇവർ മാത്രമേ കഴിക്കാനുള്ളൂ. സുനിമേമ അപ്പോൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അതാ ഫോട്ടോയിൽ ഉണ്ടാവാത്തത്. ഫുഡ് കഴിയൊക്കെ ഇപ്പം കഴിഞ്ഞപ്പോൾ ഇതിന് നമ്മൾ പാക്ക് ചെയ്ത് പോകാൻ തുടങ്ങി കേട്ടോ. നമ്മൾ രാത്രി തന്നെ പോവുകയാണ്. എന്താ വെച്ചാൽ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഇത് പണിയില്ലെങ്കിലും നമ്മൾ രാത്രി തന്നെ ഇറങ്ങും. അതാണ് നമ്മുടെ ഒരു ശീലം. അങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പോകാൻ നേരത്തുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നെ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി.